കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മമനാഥന് സ്തുതി പാടിടാം. മനവീണകൾ നീട്ടി പാടിടാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു.
കരങ്ങൾ ഈശോയിലോട്ട് നീട്ടിക്കൊണ്ട് സൗഖ്യം തരേണമേ നാഥ വരേണമേ സൗഖ്യം തരേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉടമ്പടിയിലെ ഒത്തിരിയേറെ വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളുണ്ട്. അപ്പോൾ ഓരോ തലമുറയിൽ ഉള്ള ആൾക്കാരോട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇത് വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളെ കുറിച്ച് പറയണം. അല്ലെങ്കിൽ ഈ ധ്യാനം നമ്മൾ കണ്ടുവരുമ്പോഴിത് ബാക്കിലായി കഴിഞ്ഞാൽ പുതിയ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ സാക്ഷരത കിട്ടത്തില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ അനുഭവങ്ങൾ അറിവിന് അനുപാതികമായിരിക്കും. അനുഭവങ്ങൾ എപ്പോഴും അറിവിന് ആനുപാതികമായിരിക്കും. എന്തുമാത്രം അറിവ് ആ വിഷയത്തിലുണ്ട് അത്രയും അനുഭവങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് 30% നോളജാണ് ഒരു സബ്ജക്റ്റിലെ ഉടമ്പടി വിഷയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും 30% ആയിരിക്കും. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സ്പിരിച്വൽ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നോക്കുന്നത് നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നോക്കുന്നത്. കാര്യം ഈ സാക്ഷ്യങ്ങളിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത്. കാര്യം സാക്ഷ്യങ്ങൾ എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങൾ അറിയണം. ഇപ്പം നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ആധ്യാത്മിക അനുഭവമാണ്. പക്ഷേ ബേസിക് അൾട്ടിമേറ്റ് അതെന്തിൻ്റെ സാക്ഷ്യമാണ്? കൃപാസന അൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആരുടെ സാക്ഷിയാണ് നിങ്ങൾ? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ജോസഫിനെ പോലെ ഞങ്ങളും സാക്ഷികളാണ്. അതാണ് സംഭവം. അപ്പോൾ സാക്ഷ്യം പറയുന്നവരെപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ജപ്തി മാറണമേ, പറമ്പ് വിറ്റ് മാറണമേ, കടങ്ങൾ മാറണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. അതാണ് സിമ്പിളാണ്. അത് അല്ല വേറെ നിങ്ങൾ അണ്ടേക്കൊണ്ടേ വളം വെക്കരുത്. ആ റൂട്ടിനാണ് വളം അപ്ലൈ ചെയ്യേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പക്ഷെ നിങ്ങളൊരു ഫാമിലി ആയത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിക്ക് മൊത്തം കിട്ടും, ഇല്ലേ? അപ്പം നിങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ പ്രത്യക്ഷീകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ വഴിയായിരിക്കും മറ്റുള്ളവരോടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന മറ്റുള്ളവരോടും പറയണം. ഈ പ്രാർത്ഥന ആണ് പ്രചരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷീകരണം നമ്മുടെ റാലിയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ 3 ലക്ഷം പേരിലേക്ക് പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുക. അച്ഛനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി ധ്യാനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് സൗദി അറേബ്യയിലാണ്, പിന്നെ ഓസ്ട്രേലിയയിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. അവിടേക്ക് എന്താ ഇങ്ങനെ പോണതിൻ്റെ കാര്യം? എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയണം. കാര്യം മലയാള ലോകത്തോടാണ് നമ്മൾ സംവേദിക്കുന്നത്. പക്ഷെ മലയാള ലോകം വളരെ പ്രൊഫൗണ്ടാണ് ഇപ്പോൾ. പണ്ടത്തെ മലയാള ലോകമല്ല. ഓൾമോസ്റ്റ് എവരിബഡി നോസ് ഇംഗ്ലീഷ്. ദേ ആർ ലിവിങ് എമംഗ് ദ വൈറ്റ് പീപ്പിൾ. നമ്മുടെ ജനങ്ങളെല്ലാം വെള്ളക്കാരുടെയും മറ്റ് രാജ്യങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. സോ നമ്മുടെ ജനങ്ങളെ മാത്രം ഇവാഞ്ചലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം മലയാളിയെ വളർത്തിയിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടിയുടെ ഭാഗമാകുന്ന
അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം പ്രത്യേക ദൈവവിളി, അതൊരു വിളിയാണ്. അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളി ഉണ്ടെന്നാണ് പറയേണ്ടത്. യു ഗോട്ട് ദ പോയിൻറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ല പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഞങ്ങളുടെ ബലഹീനതകൾ പോരായ്മകളെല്ലാം ഉടമ്പടിക്കുള്ള യോഗ്യതകളാണെന്ന് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ആരാധന സ്നേഹരാജൻ യേശുവേ. ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും, തീർന്നെന്ന് പോകും. ആൾക്കാർ പറയും, ഓ മതിയും കൊതിയും തീർന്ന്. എന്നിട്ട് അങ്ങനെ നിങ്ങൾ തലയെ കൈ വെച്ചുകൊണ്ട് പറയും, ഓ അതിന് ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണമെന്ന് പറയും. എന്താ ഭൂമിയുടെ അവസ്ഥ അതാ. ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസം വേണമെന്ന് ഞാനൊരിക്കലും പറയില്ല. യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. കാര്യം ദൈവത്തിന് അത് ആവശ്യമില്ലാത്ത കൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. എന്താ കാര്യം? ദൈവത്തിനത് ആവശ്യമില്ലാത്ത കൊണ്ടാണ്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കുന്നത്, ആണോ? അല്ല. നമ്മുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുമോ? അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ്. ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ അച്ഛൻ എപ്പോഴും പറയത്തില്ലേ, മണ്ണെണ്ണ. ചില സ്റ്റൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ? വിറകുണ്ട്. പണ്ട് നമ്മൾ വിറക് ഉപയോഗിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ? അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു. പിന്നീട് അത് കറണ്ടിലേക്ക്. അപ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ? ആദ്യം വിറക്, പിന്നെ മണ്ണെണ്ണ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറി. പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് കുറേ കരിയും പുകയൊക്കെ ഉണ്ടാകും. അതാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശയമല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞ് പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റണം. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അതായത് റിഫൈൻഡ് ലവ് ആണ്. ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ഉപയോഗിക്കേണ്ടത്, റിഫൈൻഡ് ലവ് ആണ്. റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിച്ച സ്നേഹം. പറഞ്ഞ മനസ്സിലായില്ലേ? റിഫൈൻഡ് ലവ്, ശുദ്ധീകരിച്ച സ്നേഹം. ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന്. എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സങ്കീർത്തനം 143:10 എടുത്തേ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ. ഏറ്റു പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പോൾ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത്. ഇത് പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം. റിഫൈൻഡ് ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെയിൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത്? പെട്രോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് അതിൽ നിന്ന് പോകുന്ന കുറച്ചധികം താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും. വെള്ളം ശുദ്ധീകരിക്കും, എണ്ണ ശുദ്ധീകരിക്കും. അപ്പോൾ കുറച്ച് സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും. ഈ ബൈ പ്രോഡക്റ്റുകളെല്ലാം ഡീസലിലുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വല്ല ഉപയോഗിക്കും. സൊഫിസ്റ്റിക്കേറ്റഡ് കാറിൽ BMW ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചില കാറുകൾ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യേണ്ടതുണ്ടെങ്കിലും, പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും. എന്താണ്? ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തുകൊണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും
സ്റ്റെയിനുണ്ട്, ചേരുവകകളുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ. ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ, താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ നമ്മുടെ കുത്തുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ, ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റൽ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും. ഇതാണ് സ്റ്റെയിൻഡ്, ഇതാണ് റിഫൈൻഡ് എന്ന് പറയുന്നത്, ശുദ്ധീകരിച്ച സ്നേഹം. കാര്യം നമ്മളുടെ എല്ലാ ദൈവസ്നേഹത്തിലും നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ഇപ്പോൾ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ, പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്, പശുവിനെ തടകും നമ്മൾ, പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും, അത് നമ്മളെ നക്കും അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ, കാര്യം അതിനൊക്കെ ഔഷധ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ പിടിച്ച് പ്രസവിച്ച പശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഇടിച്ചതിൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത്, തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കൊടുക്കണുണ്ടല്ലേ. അതിനത് വേദന സംഹാരിയാണത് ശരിക്കും പറഞ്ഞാൽ. അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത്, പ്രകൃതി മൊത്തം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത്? പശു നമുക്ക് പാല് തരുന്നു, നാട്ടുകാരുടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാല് കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു. പശുവിന് പുല്ല് കൊടുക്കുന്നു, കാടി കൊടുക്കുന്നു, കാറ്റിൽ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, പുഷ്ടി കൊടുക്കുന്നു. അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മുടെ പാല് കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു, അളന്ന് നോക്കുന്നു, എന്നിട്ട് പിന്നെ കലക്കി നോക്കുന്നു, പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു. കാര്യം എന്താ, അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയാന്നറിയാൻ വേണ്ടി കുലുക്കി നോക്കും. അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മൾക്ക് അതനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയെടുത്ത് പുഷ്ടിയാക്കി മാറ്റും. ചിലപ്പോൾ പുളിങ്കുരു കൊടുക്കും, ഇടിച്ചു കൊടുക്കും, പിണ്ണാക്ക്. ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ് ആരാണ്? പശുവിനെ പുഷ്ടി കൊടുത്തും ഓക്കെ കൊടുത്തും സ്നേഹിക്കുകയാണ്. നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ്. അത്രേ ഉള്ള വ്യത്യാസം. എന്താ കാര്യം? നമുക്ക് വല്ല 10 മാർക്ക് കൂടുതൽ കിട്ടണം. മനസ്സിലായില്ലേ? പശുവിന് ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു. ഉദ്ദേശം എന്താ? ഉദ്ദേശം നമുക്ക് നമ്മുടെ ജപ്തി നടപടി മാറണം. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല, നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. ഒന്നിന് വായിച്ചേ, 143:10 ഒന്ന് വായിച്ചേ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ. അതാണ് പ്രശ്നം. ഒരു പ്രൊവിഷൻ എപ്പോഴും അതിനിട്ടേക്കണം. എന്താണ് ഒന്ന് പറഞ്ഞ? അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എങ്ങനെ പഠിപ്പിക്കും? അനുഭവങ്ങളാണ് അധ്യാപകൻ. അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത്. നിങ്ങളെ മനസ്സിലായില്ലേ? 6 നിയോഗങ്ങൾ ഇട്ടാൽ ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം. മനസ്സിലായ? അതാണ് ആ സങ്കീർത്തനം പറയണത്. എന്താ പറയണത്? അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എല്ലാവരും എഴുന്നേൽക്കുക, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കണ്ണുകളടച്ച കൈകൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ ജീവിതാവസ്ഥകൾ, ഈ ആഴ്ചയിൽ ദൈവം ഇടപെടേണ്ട വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക.
കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ ആരാധന. ഹല്ലേലൂയ. കർത്താവ് നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന എല്ലാ മക്കളോടും നീ കാരുണ്യം കാണിക്കണമേ. ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഓരോ അവയവങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, കാൻസർ സിസ്റ്റുകൾ, ശ്വാസകോശ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിവാഹിതരായവര് പക്ഷേ വിവാഹ ജീവിതത്തിലെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുള്ളവര്, മക്കളില്ലാത്തവര്, കുടുംബ കലഹത്തിൽപ്പെട്ടിരിക്കുന്നവര്, അകന്ന് കഴിയുന്നവര്, ജോലിയില്ലാത്തവര്, ഉള്ള വരുമാന മാർഗം കുടുങ്ങിപ്പോയവര്, നിന്ന് പോയവര്, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, വാടക താമസിക്കുന്നവർ, ഇറങ്ങിക്കൊടുക്കേണ്ടവർ, മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥകൾ, പല പരീക്ഷകളിലേക്കും മക്കളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, തോറ്റ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി അടുത്ത പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിച്ച് മടുത്തു എന്ന് തോന്നിയിട്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥന മരവിച്ചു പോയവർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കണ്ടെത്തിയവരുടെ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങി പോയിക്കൊണ്ട് ഈശോയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ട നിൽക്കുക. ആരാധന ആശീർവാദമാണ്. ഇന്നത്തെ ആരാധനയിൽ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ ഈശോയെ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, നല്ല ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നിരപ്പായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭൂമിയിൽ അങ്ങയുടെ ഹിതം മാത്രം അനുവർത്തിച്ചുകൊണ്ട് നീ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ. കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാ